എമ്പുരാന്റെ ക്ലൈമാക്സ് ഒരു ഗംഭീര സംഭവമാണ്. അതായത് ഈ പറഞ്ഞ 2 സിനിമകൾ ലൂസിഫറും എമ്പുരാനും വെച്ച് നോക്കുമ്പോൾ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റ് കൊണ്ടുവരുന്നതില് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് എമ്പുരാന്റെ ക്ലൈമാക്സ് ആണ്. അത് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും ഞാനൊന്ന് പറയാം. ഖുറേഷി എബ്ര അഥവാ സ്റ്റീവൻ നെടുമ്പള്ളിക്ക് ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട കാര്യം ധനമോ, അധികാരമോ, സ്വത്തോ, ബന്ധുക്കളോ ഒന്നുമല്ല. അയാളുടെ ഐഡന്റിറ്റിയാണ്. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനെക്കുറിച്ച് കൃത്യമായി പറയണമെങ്കിൽ ആദ്യം 2 പേരെക്കുറിച്ച് വൃത്തിക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെയാൾ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. സ്റ്റീഫൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു എക്സ്-എം-എൽ-എ ആണ്. അയാൾക്ക് ചുറ്റും കുറച്ച് അണികളും അനുയായികളുമുണ്ട്. പിന്നെ കുറച്ച് പ്രിയപ്പെട്ട ബന്ധുക്കളുമുണ്ട്. എന്നാൽ ഈ അണികൾക്കോ അനുയായികൾക്കോ അറിയാത്തൊരു കാര്യമാണ് ഖുറേഷി എബ്രഹാം എന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അയാൾ ഈ ലോകക്രമത്തിനെ നിയന്ത്രിക്കുന്ന ആളാണെന്നും കബൂക, ഷെൻട്രയാഡ് പോലുള്ള വില്ലന്മാർ ഈ അബ്രഹാം ഖുറേഷിക്കുണ്ടെന്നും ഈ സ്റ്റീഫന് ചുറ്റുമുള്ള ആർക്കും അറിയില്ല. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തുമുണ്ട്. ഖുറേഷി എബ്രഹാം എന്ന ആൾക്ക് ചുറ്റുമുള്ള ശത്രുക്കൾക്കോ അനുയായികൾക്കോ ആർക്കും അറിയില്ല സ്റ്റീഫൻ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നും അയാൾക്ക് ചുറ്റും ഒരു പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും. ഇവിടെയാണ് അയാളുടെ ഐഡന്റിറ്റി രണ്ടായി സെപ്പറേറ്റായി പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. അവിടേക്കാണ് ക്ലൈമാക്സിൽ വില്ലൻ കയറി വരുന്നത്. ഏറ്റവും ഒടുവിൽ MI6 ബോറിസിനെ, അതായത് അബ്രാമിന്റെ ചാരനെ നിർത്തി കൊല്ലുന്നതിന് മുമ്പ് വില്ലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. റോബർട്ട് ഞങ്ങളുടെ ചാരനായിരുന്നു. എ സ്പൈ ഫോർ എ സ്പൈ. അതായത് റോബർട്ടിനെ നിങ്ങൾ കൊന്നു, അതുകൊണ്ട് നിങ്ങളുടെ ചാരനായ ഒലിവർ ബോറിസിനെ ഞാൻ കൊല്ലുന്നു. ന്യായമായ കാര്യം. രണ്ടാമത്തെ സെൻറ്റൻസാണ് സൂക്ഷിച്ച് കേൾക്കേണ്ടത്. കബൂക എൻ്റെ സഹോദരനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഹോദരൻ എടുക്കുന്നു. എ ബ്രദർ ഫോർ എ ബ്രദർ. അത് കേട്ട ശേഷം അബ്രാം ഖുറേഷി ആദ്യം തിരിഞ്ഞു നോക്കുന്നത് സയ്യിദ് മസൂദിനെയാണ്. കാരണം അബ്രാം ഖുറേഷിക്ക് ഉറപ്പുണ്ട് എൻ്റെ സ്റ്റീഫൻ എന്ന ഐഡന്റിറ്റിയിലേക്ക് വില്ലൻ ഒരു കാലത്തും വരില്ല എന്നുള്ളത്. പക്ഷേ കാര്യം മനസ്സിലാക്കി ഒറ്റ സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ജതിൻ രാംദാസ് എന്ന സ്വന്തം അനിയൻ മരിച്ചു പോകുന്ന അയാൾ കാണുന്നത്. അതായത് അബ്രാം ഖുറേഷിയുടെ വില്ലനായ ഷെൻട്രയാഡിന് സ്റ്റീഫനെ പറ്റി കണ്ടെത്തി കഴിഞ്ഞു. അയാളുടെ ബന്ധുക്കളെ പറ്റിയും അയാളുടെ പൊളിറ്റിക്സിനെ പറ്റിയും കണ്ടെത്തി കഴിഞ്ഞു. അതായത് അബ്രാം ഖുറേഷി അത്രയും കാലമായി സ്റ്റീഫൻ വേറെ അബ്രാം വേറെ നിർത്തിയൊരു കാര്യം ഇവിടെ ഷെൻട്രയാഡ് ബ്രേക്ക് ചെയ്തു. സ്റ്റീഫന്റെ മുൻ വില്ലനായ ബോബിക്ക് പോലും അത് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകക്രമത്തെ, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അബ്രാം ഖുറേഷിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സിലേക്ക് വില്ലൻ ടപ്പേ നീ കൊണ്ടുവന്നു. അതും എല്ലാവരും പറഞ്ഞ പോലെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കുക്കായ മനുഷ്യനായിരുന്നില്ല. ഇത്രയും വലിയൊരു മൊമെന്റിനെ, ഇത്രയും വലിയൊരു വില്ലനെ, അതായത് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഇല്യൂമിനാറ്റിയേക്കാളും വലുതെന്ന് പറയപ്പെടുന്ന അബ്രാം ഖുറേഷിക്ക് നേരെ ഒറ്റയടിക്ക് അയാളുടെ കൺമുന്നിൽ ആരും അറിയാതെ അയാൾ ഒളിപ്പിച്ച് വെച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒറ്റയടിക്ക് കൊല്ലുകയാണ്. കിടിലൊരു വില്ലനെയാണ് അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ കൃത്യമായി ഇത്രയും ആഴത്തിൽ ഇത്രയും പഞ്ചോടുകൂടി തന്നെയാണോ സിനിമയിൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ 2 സിനിമകളിൽ ലൂസിഫറും എമ്പുരാനും വെച്ച് നോക്കുമ്പോൾ ഈ ക്ലൈമാക്സ് മൊമെന്റ് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്.